ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റംദാൻ സീരീസ്. അപ്പോൾ ഐദിനും രാവിലെ നിന്ന് എണീറ്റോണ്ടാണ് ഫസ്റ്റ് ഞാൻ ബെഡൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഐദിന് സാധാരണ എണീക്കുമ്പോൾ 11 മണിയാവും. ഇന്ന് നേരത്തെ എണീറ്റു. പിന്നെ ഷാനു ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഫസ്റ്റ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരെ അടിച്ചക്കാരി തുടച്ചൊക്കെ ഇട്ടിട്ട് അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് ബീഫ് കറിയാണ് വെക്കുന്നത്. ഇച്ചിരി വെക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി ഇന്നലത്തെ മീൻ കറി കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ അതും ബീഫൊക്കെ കൂടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേക്കും ഉമ്മ കട്ട്ലേറ്റിനുള്ള കീമയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ തന്നെ വെള്ളം കലക്കി ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ സവാളയൊക്കെ വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് മസാലപ്പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഓൾറെഡി ബീഫ് വേവിക്കാൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാനൊക്കെ നിന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ബീഫും തട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു. കുറച്ച് ബീഫുള്ളതാണ് കുഞ്ഞി ചട്ടി വെച്ചത്. ഇവിടെ ചട്ടിയിൽ ബീഫ് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. ഇതിന് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ചുമയും കൂടെ ഒട്ടേറെ കഴിക്കാണ്ട്. ഇപ്പോൾ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഞ്ഞി കൊടുത്ത് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഇതിനെ കുളിപ്പിച്ച് ഞാനൊന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചിരുന്നപ്പോഴത്തേക്ക് ഷാനു ഉരുളക്കിഴങ്ങും മാങ്ങയായിട്ട് വന്നിട്ടുണ്ടായി. ഇതിന് ഈ പൊരിച്ച കടികളൊന്നും കഴിക്കുന്നില്ല. കുഞ്ഞിലെ അവൻ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം എന്താണോ അവനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവനിക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ അവനിക്ക് നാരങ്ങ വെള്ളം അങ്ങനത്തെ ഒന്നും കുടിക്കാൻ വേണ്ടി പാടില്ല. ഈ അലർജി ചുമയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഡോക്ടർ പ്രത്യേകം മാറ്റുണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങ അടുപ്പിച്ച് പാലൊക്കെ ഇട്ട് കാഷ്നട്ടൊക്കെ ഇട്ട് ജ്യൂസ് അടുപ്പിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ കുടിക്കാൻ ഞാൻ ആ ഇൻട്രസ്റ്റ് കണ്ടില്ല. അപ്പോഴത്തേക്കും ഉമ്മ കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എണീറ്റപ്പോഴത്തേക്ക് 6:15 അപ്പോൾ തന്നെ വേഗം വന്ന് ഫ്രഞ്ച് ഫ്രൈസും പൊരിച്ച് ചായയും വെച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ഇവിടെ കട്ട്ലേറ്റ് മാത്രമേ ഇന്നിവിടെ ഉണ്ടാക്കിയുള്ളൂ, വെള്ളയപ്പം. ബാക്കി മുട്ട കബാബ്, ഉന്നക്ക, പരിപ്പോടൊക്കെ കടയിൽ നിന്ന് ഷാനു വാങ്ങിയത്. പിന്നെ ഇതിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.